മാത്രമല്ല IPB പറഞ്ഞല്ലോ, പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു. അപ്പോൾ പാർട്ടി പറഞ്ഞിട്ടാണ് മുട്ട എറിഞ്ഞത്, പാർട്ടി പറഞ്ഞിട്ടാണ് ഇഷ്ടിക എറിഞ്ഞതെന്നൊക്കെ തെളിഞ്ഞല്ലോ. സ്റ്റിൽ ഇപ്പോഴും പാർട്ടിയെ ന്യായീകരിക്കുന്ന പരാമർശങ്ങളാണ് CPM-കാരുടെ ഭാഗത്തുനിന്നും അതുപോലെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഞങ്ങൾ കണ്ടു സഖാവ് പിണറായി വിജയൻ ഇന്ദ്രചന്ദ്രന്മാരെ ഭയമില്ലാത്ത ഊരിപ്പിടിച്ച കത്തികൾക്കും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും ഇടയിലൂടെ പോയ സഖാവ് പിണറായി വിജയൻ 8 മണിക്കൂർ നേരം ആ അടച്ചിട്ട മുറിയിൽ ഇരുന്നപ്പോൾ വിയർത്ത് വിറങ്ങലിച്ച് മുട്ടിടിച്ച് ഇറങ്ങി വരുന്നത് കേരള ജനത കണ്ടു. അതുകൊണ്ട് ആ ടൈപ്പ് ഹീറോയ്സ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കൾ പറയുന്നത് വാരിക്കുന്തം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിലൂടെ പോയി എന്നെന്തോ പറഞ്ഞല്ലോ. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത SFI നേതാക്കന്മാർ ഹൈറേഞ്ച് ഹക്കീം കരയുന്നത് പോലെ കരയുന്നത് താങ്കൾ കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ ആ വീഡിയോ താങ്കൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. സാറേ, ഞാൻ സമരത്തിന് വന്നതല്ല സാറേ, ഞാൻ ഇതിൽ നടന്നു പോയതാണ് സാറേ. അപ്പോൾ വാരിക്കുന്നം പിടിച്ചവന്റെ ഒക്കെ പിൻതലമുറക്കാരുടെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്കാരുടെ ധൈര്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ടതാണ്. ഇനി ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. താങ്കൾ വളരെ വളരെ വൈഭവത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സഖാവ് പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് TV-യിൽ എഴുതി കാണിച്ചപ്പോൾ അത് കണ്ട് ആരാധക വൃന്ദം ഓടി വന്നു. അവരെ നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. 2010 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്നത്തെ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ അമിത്ഷാജി, ഇവർ രണ്ടുപേരെയും പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ ഡൽഹിയിൽ ചോദ്യം ചെയ്തു. ഒരു കരിയില എടുത്തിട്ട് ഒരു പ്രതിഷേധത്തിന് BJP-യുടെ ഒരു പ്രവർത്തകൻ, BJP-ക്ക് അന്ന് ഈ നാട്ടിൽ MP-മാരും MLA-മാരും ഇല്ലാത്തവരോ, ഗുജറാത്തിൽ BJP 2 ടേം കഴിഞ്ഞ് 3-ാം ടൈം ഭരണത്തിലേക്ക് പോകുന്ന സമയം BJP-ക്ക് ഡൽഹിയിൽ പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, നരേന്ദ്രമോദിക്ക് ആരാധക വൃന്ദം ഇല്ലാത്തത് കൊണ്ടല്ല, അമിത്ഷായ്ക്ക് ആരാധക വൃന്ദം ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. ആ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലും ഇന്ത്യൻ അന്വേഷണ സംഘങ്ങളിലും ഞങ്ങൾ BJP-യുടെ ഓരോ പ്രവർത്തകന്മാരും വച്ചിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മടിയിൽ കനവില്ലെങ്കിൽ ഏത് അന്വേഷണം ഏത് നേരത്ത് എങ്ങനെ വന്നാലും എത്ര രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വന്നാലും ഞങ്ങൾ ചെയ്തതിൽ സത്യമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പക്ഷത്ത് സത്യമുണ്ടെങ്കിൽ ആ സത്യം രാജ്യത്തെ നീതി നിർവഹണ സംവിധാനങ്ങളെ, രാജ്യത്തെ നീതി പീഠങ്ങളെ ബോധിപ്പിച്ച് പുറത്തിറങ്ങാമെന്നുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായും. അവരെ പോലെയൊക്കെ ആവണമെങ്കിൽ പിണറായി വിജയനും CPM-ഉം 1000 വട്ടം നായായും നരിയായും ജീവിച്ച് വരേണ്ടി വരും. എന്നാലും സാധിക്കാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെയൊക്കെ ജനസിലുള്ള, നിങ്ങളുടെയൊക്കെ പൈതൃകത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഈ രാജ്യവിരുദ്ധതയും രാജ്യത്തെ സംവിധാനങ്ങളോടുള്ള അറപ്പും വെറുപ്പുമാണ്. ഇന്ത്യയെ കഷ്ണങ്ങളായി വെട്ടിമുറിക്കണം എന്ന് സ്വതന്ത്രാനന്തരം പറഞ്ഞ പാർട്ടിയുടെ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ഒരു കാലഘട്ടത്തിൽ വിലവെക്കാത്തവരാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ എല്ലാ കാലത്തും സംശയം നിലനിർത്തുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ CBI എന്ന് കേട്ടാൽ പേടിക്കുന്നവരാണോ CPM-കാർ എന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ജയരാജനുണ്ട്. CBI എന്ന് എഴുതി കാണിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഫ്രൈസ് ഉണ്ട്, ഈ ചക്ക വെട്ടിയിട്ടതുപോലെ. അങ്ങനെ ചക്ക വെട്ടിയിട്ടതുപോലെ ICU-ലേക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഓടിപ്പോയ CPM നേതാക്കന്മാരുടെ കരുത്തൊക്കെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്ന് ഈ ഹഷീം സാർ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം താങ്കൾ വന്നൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് താങ്കൾ പറയുന്ന നിലപാട് അവർക്ക് യോജിക്കുന്നത്. ഞങ്ങൾ ഓരോ പട്ടം ചാർത്തി കൊടുക്കുമല്ലോ, വലിയ പട്ടങ്ങളൊക്കെ നിങ്ങൾ ഇവർക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അതിനൊക്കെ യോഗ്യതയുള്ളവരാണോ നിങ്ങൾ അതിന് തെരഞ്ഞെടുത്തതെന്നുള്ള ഒരു ബോധ്യം താങ്കൾക്ക് ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ താങ്കളോട് ചോദിക്കും, ഞാൻ വിളിക്കുന്ന എല്ലാ പാനലിസ്റ്റുകളോടുമായിട്ട് ചോദിക്കുന്നു, CPIM ഒരു കേഡർ പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ BJP-ക്കും CPM-നും പറയാൻ കഴിയുന്നത് നമ്മുടെ ഒരു പ്രവർത്തകനെ നിയന്ത്രിക്കാനുള്ള കെൽപ്പ് ഈ പാർട്ടിക്കുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ 1 മണിക്കൂർ കൊണ്ടാണ് സെക്രട്ടറിയുടെ മുന്നിൽ അപ്പീഡൽ സമരം നടത്തിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ നേതൃത്വം തീരുമാനിച്ച 1 ലക്ഷം പേരെ ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതാണ്. അതായത് ഇതിനകത്ത് പിണറായി വിജയൻ കക്ഷിയല്ല. ഒരു റെയ്ഡ് നടക്കുമ്പോൾ പിണറായി വിജയന്റെ മകളുടെ പേരിൽ റെയ്ഡ് നടന്ന് മകൾ താമസിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED സംഘം വരുമ്പോൾ സ്വാഭാവികമായി പിണറായി വിജയൻ ആ വീട്ടിലുണ്ടെങ്കിൽ പിണറായി വിജയൻ അതിനോട് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനോട് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതിനപ്പുറം പിണറായി വിജയനെതിരെ ആണ് ഈ അന്വേഷണം എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ പ്രതിരോധം സൃഷ്ടിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ ആളെ കൂട്ടി നിർത്തി ഗൂഢാലോചന നടത്തി നിങ്ങളുടെ സാധാരണപ്പെട്ട പ്രവർത്തകരിലൂടെ നിങ്ങൾ ED-യെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് CMR എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം എടുത്തുകൊണ്ട് പോയ ആൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തെ, ഒരു നീതിപരമായിട്ടുള്ള പോരാട്ടത്തെയാണ് CPM ചെറുക്കുന്നത്. CPM ഇപ്പോൾ കവചമൊരുക്കി കൊടുക്കുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന അഴിമതിക്കാരിയായിട്ടുള്ള വീണ വിജയന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന പണിയാണ് CPM ചെയ്യുന്നത്. അതിന് നിങ്ങൾ പിടിക്കുന്ന മറയാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതിയല്ല, പിണറായി വിജയനെതിരായിട്ട് അന്വേഷണമില്ല, പിണറായി വിജയനെ തേടിയിട്ടല്ല ED ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വീണ വിജയൻ എന്ന് പറയുന്ന എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടറുടെ വീട്ടിലേക്കാണ് ED വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തെയൊക്കെ ഞങ്ങൾ കൂലകക്ഷമായി ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള നറേറ്റീവ് കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ലക്ഷ്യമെടുക്കാൻ ശ്രമിക്കുന്നത് CMR-നെയും അതുപോലെ തന്നെ വീണ വിജയനെയും ആണ് എന്ന ബോധ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇല്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇത് നെഞ്ചിൽ കൈവച്ച് CPM ഏതെങ്കിലും നേതാവിന് പറയാമോ ഇത് ഞങ്ങൾ അറിയാതെയാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്? പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, അവിടെ നിങ്ങൾ ആ സമരം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ പോർഷൻ കാണണം. അവിടെ എല്ലാം പ്രവർത്തകർ ഇരിക്കുന്നു, വൈകാരികമായി മുദ്രാവാക്യം വിളിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രവർത്തകൻ പോലും ഇരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പോലും മുദ്രാവാക്യം വിളിക്കുന്നത് കാണാൻ സാധിക്കില്ല. MV ഗോവിന്ദൻ ഈ രംഗത്തിലേക്ക് കടന്നു വരുന്നു. MV ഗോവിന്ദൻ വന്നതിന് ശേഷം VJoy ആയിട്ടും അതുപോലെ V ശിവൻകുട്ടിയായിട്ടും കടകംപള്ളി സുരേന്ദ്രനായിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് റെയ്ഡ് കഴിഞ്ഞു എന്നറിഞ്ഞ് MV ഗോവിന്ദൻ അവിടെ നിന്ന് തിരിയുമ്പോഴാണ് ഈ അക്രമം തുടങ്ങുന്നത്. ആ അക്രമം തുടങ്ങുമ്പോൾ 10-60 DYFI-കാരെ ചെറുത്തു നിർത്താൻ അല്ലെങ്കിൽ അവരെ പറഞ്ഞു നിർത്താൻ, അവരെ പിരിച്ചുവിടാൻ കെൽപ്പില്ലാത്തവരാണ് V ശിവൻകുട്ടിയും VJoyയും അതുപോലെ കടകംപള്ളി
സുരേന്ദ്രനെങ്കിൽ ഇവർ ഈ പണി മതിയാക്കി വീട്ടിൽ പോയിരുന്ന് കൊച്ചുമക്കളെ താലോലിക്കുന്നതാണ് നല്ലത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഈ സമരം, നിങ്ങൾ ഈ പ്രതിഷേധം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ്. നിങ്ങൾ ഈ പ്രതിഷേധം നടപ്പിലാക്കുമ്പോൾ, നിങ്ങൾ ഈ അക്രമം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. മമത അങ്ങ് ബംഗാളിൽ പേടിപ്പിച്ച് കീഴിയെ പറഞ്ഞുവിടാൻ ശ്രമിച്ചതുപോലെ ഇവിടെ അങ്ങ് പിണറായി വിജയനെ ഇങ്ങനെ കുറെ അക്രമികളുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് അക്രമം നടത്തി, അഴിഞ്ഞാട്ടം നടത്തി, വി ഡി സതീശന്റെ പോലീസ് ഏറാമൂലിയായി നിന്നപ്പോൾ ആ ഏറാമൂലി പോലീസിനെ നോക്കി നിർത്തി ഇങ്ങനെ അക്രമം നടത്തി ഇടി അങ്ങ് പേടിപ്പിച്ചുവിടാം എന്ന് CPM ധരിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഹാഷിം സാർ പറഞ്ഞതിന്റെ ആ ഫ്രേസ് ഞാൻ എടുക്കുന്നു, എലിയുടെ കെണിയിലാണ് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങളെ ഊരിയെടുക്കാൻ സാക്ഷാൽ പിണറായി വിജയൻ തമ്പുരാൻ വിചാരിച്ചാലും അതുപോലെ MA ബേബി തമ്പുരാൻ വിചാരിച്ചാലും സാധിക്കാത്ത നിലയിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ ഈ കെണിക്കകത്ത് പെട്ടിരിക്കുന്നു. ഇനി ചേട്ടാ, അതിനകത്ത് പ്രതികളായിട്ടുള്ള രണ്ടുപേര്, ഒരാൾ കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ ആയിരുന്ന ആളാണ് ആറ്റുകാലുണ്ണി, മറ്റേ ആൾ IP വിനു മുമ്പ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ രണ്ടുപേരും മിനിമം അവർ രണ്ടുപേരും ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി, എന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു ബ്ലോക്ക് സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ഈ കേസുകളെല്ലാം പ്രതിയാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റ്. ഇവരൊന്നും ഈ MV ഗോവിന്ദനും വി ജോയും പറഞ്ഞ കേൾക്കാത്തവരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കും? നിങ്ങൾ പറയാണ് ഇവരൊന്നും പാർട്ടി പറഞ്ഞിട്ടല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കോ? അങ്ങനെയാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP വിനു ചെയ്തത് പാർട്ടിയുടെ അറിവോടെയല്ലെങ്കിൽ IP വിനുവിനെ തള്ളി പറയാൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ CPM തയ്യാറുണ്ടോ? ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ പറയുന്ന ആറ്റുകാലുണ്ണിയെ മാറ്റി നിർത്താൻ തയ്യാറുണ്ടോ? DFIയുടെ നിയമം ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്തിനെ മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇപ്പോൾ വി ഡി സതീശന്റെ പോലീസ് ഇതിനകത്ത് കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ വി ശിവൻകുട്ടിയെയും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് അവർക്ക് പ്രതിസന്ധി? ജനപ്രതിനിധി പോലുമല്ല അറസ്റ്റ് ചെയ്യാൻ എന്താ പ്രതിസന്ധി? ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് പറയുന്നു. വന്നു നിന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ജോൺ ബ്രിട്ടാസ്. വന്നു നിന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്ത ആളാണ് റഹീം. അയാൾ രാജ്യസഭാംഗമായതുകൊണ്ട് ഇവിടെ നിന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ട് പുറകിലോട്ട് നടന്നു പോകാൻ വരുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ പോകാൻ വി ഡി സതീശന്റെ പോലീസിന് പേടിയാണെങ്കിൽ സ്വാഭാവികമായി വി ഡിക്ക് സംരക്ഷണം കൊടുക്കാൻ രാജ്യത്ത് നട്ടലിന് ഉറപ്പുള്ള ഏജൻസികൾ ഇനിയുണ്ട്. ആ ഏജൻസികൾ കേരളത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആ ഭീഷണി പിണറായി വിജയന്റെ കസേര അടി കൊണ്ട് വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അതിനെ ഒരു പുല്ല് പോലും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുസമൂഹം അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് ഞാൻ ആശംസ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.